ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ അമ്മേൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത് പായത്ത് ഇവിടെ പുഴയിലുണ്ട്. മുമ്പ് തന്നെയാണ് പുഴ ഇരുട്ടിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്നതാണ്. ഇന്ന് വാവല്ലേ, കർക്കിടവാവിന് ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകുന്നതാണ്. പോയിക്കൊണ്ടിരിക്കില്ല, നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. ഞാനും അമ്മയും അമ്മമ്മയാണ് പോകുന്നത്. നമ്മൾ രാവിലെ തന്നെ എണീച്ച് കുളിക്കെല്ലാം ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. ഇതാണ് എൻ്റെ അമ്മമ്മ, അതായത് എൻ്റെ അമ്മേൻ്റെ അമ്മ. നമ്മൾ കുറച്ച് നടക്കാണ്ട് രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ സ്കൂട്ടി എടുത്തിട്ടാ നനഞ്ഞ് പൊതിരു. രാവിലെ എണീക്കാനുള്ള നല്ല മടി ഉണ്ടായിരുന്നു. അവസാനം നമ്മൾ നടന്നിട്ട് ഓട്ടോറിക്ഷ കയറി. നമ്മളിപ്പോൾ ഓട്ടോറിക്ഷയിലാണുള്ളത്. ചെറുങ്ങനെ മഴ പാറുന്നുണ്ട്. നമ്മൾ കുടയിലെടുത്തിട്ടാണ് പോയിനി. നമ്മൾ ഇരുട്ടിയിലേക്ക് പോന്നാന്ന്. പായാണ് സ്ഥലം. അപ്പോൾ നമ്മൾ പായത്തേക്ക് ഇരുട്ടിയിലേക്ക് പോന്നാന്ന്. ഇതാണ് നമ്മളെ ജബ്ബാർ കടവ് പാലം, പുഴയായത്. പാലത്തിലോട്ട് നമ്മളിങ്ങനെ പോന്നാന്ന്. ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. മുകളിൽ മലയെല്ലാമായിട്ട് നല്ല രസമാണ് കാണാൻ. പിന്നെ നമ്മളിങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. നമുക്ക് ഇരുട്ടിയിലാണ് പോകണ്ടേ. നമ്മൾ ഇരുട്ടി പോയിട്ട് ആടുന്ന് വേറൊരു ഓട്ടോറിക്ഷയും പിടിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോയി. നമ്മൾ കീഴൂർ അമ്പലത്തിലാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഇരുട്ടി ടൗൺ എത്തി. കുറച്ചും കൂടി ഉണ്ടായി നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തും. നമ്മൾ ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങുക. പഴയ സ്റ്റാൻഡിലാണ് നമ്മൾ ഇറങ്ങുക. ബസ് സ്റ്റോപ്പിൽ നമ്മളിപ്പോൾ എത്തും. പിന്നെ നമ്മൾ ഇവിടുന്ന് വേറെ ഓട്ടോറിക്ഷയും പിടിച്ചിട്ടാണ് നമുക്ക് പോവുക. നമ്മൾ നല്ല കാറ്റെല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഒരു ഓട്ടോന്ന് ഇറങ്ങി. ഇനി അടുത്ത ഓട്ടോന് ആദ്യം നമ്മൾ അമ്പലത്തിലേക്ക് പോകണം. നമ്മൾ കീഴൂർ അമ്പലത്തിലാണ് പോകുന്നത്. അവസാനം നമ്മൾ ഓട്ടോ എല്ലാം കഴിഞ്ഞ് കീഴൂർ അമ്പലത്തിലെത്തി നമ്മൾ ഓട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ല ഇവിടെ നല്ല തിരക്കാണ്. രാവിലെ തന്നെ ഇവിടെ കുറേ ആളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കുറച്ച് ആളെല്ലാം കുറഞ്ഞു, പക്ഷെ എന്നാലും ആളെ നല്ലോണം ഉണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്നിട്ട് പോകലാണ്. ഏതെല്ലോ കാറും വണ്ടികളെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പക്ഷേ ഓട്ടോയിലാണ് വന്നിന്. ഇതാണ് നമ്മളെ അമ്പലം. നമ്മൾ ഈ അമ്പലത്തിലാണ് പോകുന്നത്. അമ്പലത്തിലെത്തി നമ്മൾ പോയിക്കൊണ്ടിരിക്കലാണ്. ഇതാണ് നമ്മളെ അമ്പലത്തിൻ്റെ ഉള്ളിൽ. നമുക്കിനി ഇവിടെ ചെരുപ്പെല്ലാം അയച്ചു വെച്ചിട്ട് അകത്തോട്ടേക്ക് കയറാൻ പോകണം. നമ്മളിനി ഇവിടെ ഫുള്ള് തൊഴുത് എല്ലാം വേണം. ലാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകൂ. നമ്മളിങ്ങനെ അമ്പലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഭയങ്കര തിരക്കാണ്. ബലിയിടാൻ വേണ്ടിയിട്ട് കുറേ ആള് കുറേ സ്ഥലത്തു നിന്നെല്ലാം വരുന്നുണ്ട്. അവിടെ ക്യൂ നിന്നിട്ടാണല്ലേ കുറേ ആള്. അപ്പൊ നമുക്കും ഇനി പോയിട്ട് ക്യൂ എല്ലാം നിന്ന് കുറെ പുഷ്പാഞ്ജലിയും പിന്നെ എന്തെല്ലോ കഴിക്കാനുണ്ട്, എന്തെല്ലോ പൂജകളും പിന്നെ നമ്മളെ ബലിയിടാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം കഴിക്കാനുണ്ട്. പിന്നെ അവസാനം അമ്മമ്മയുടെ ക്യൂ നിന്നിട്ട് എന്തെല്ലോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ തൊഴുതാൻ വന്ന് നമ്മൾ അകത്ത് കയറി. നമ്മളിപ്പോ തൊഴുന്നോന്ന് കുറെ ആൾക്കാരുണ്ട്, കുറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇത് ഞാൻ ഇങ്ങനെ തൊഴുന്നാണ്. പിന്നെ നമ്മള് ചന്ദനം ഇതെല്ലാം വാങ്ങി. ചന്ദനെല്ലാം വാങ്ങി. നമ്മള് മുടി ഞാൻ കെട്ടാത്തോണ്ട് എനിക്ക് മുടീന്റെ ബാക്കിൽ തുളസി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം ഞാൻ എങ്ങനെയല്ലോ കുത്തിക്കയറ്റി വെച്ചിനി. പിന്നെ അമ്മ എനിക്ക് ചന്ദനെല്ലാം തൊട്ടന്ന്. എനിക്ക് നോക്കാണ്ട് ആവില്ല, അതുകൊണ്ട് അമ്മ എനിക്ക് വെച്ചന്ന് ചന്ദനെല്ലാം തൊട്ടന്ന്. പിന്നെ നമ്മള് ഇങ്ങനെ പിന്നെ ലാസ്റ്റ് അമ്മ അച്ചാച്ചന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അമ്മ അത് ചെയ്യുന്നു. എന്തെല്ലോ ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് കഴിഞ്ഞ്. പിന്നെ ആടുന്ന് കിട്ടിയ ചന്ദനം ഒന്നും കൂടി അമ്മ എനിക്ക് മുകളിൽ വെച്ചാണ് കുടുങ്ങിപ്പോയി. നമ്മൾ ഉള്ളിലെല്ലാം പോയി തൊഴുത് വന്ന് ഇപ്പം നമ്മൾ പുറത്താണുള്ള അച്ചാച്ചനെ നമസ്കാര പൂജയും ചെയ്ത് നമ്മളിപ്പോൾ പുറത്താണുള്ളത്. ഇനി നമ്മള് മുകളിലത്തെ അമ്പലത്തിൽ പോന്നെയാണ്. ഇതിന്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ശിവന്റെയും പാർവതിന്റെയും ക്ഷേത്രമാണ്. പിന്നെ നമ്മള് സ്റ്റെപ്പെല്ലാം കയറി അമ്പലത്തിലെത്തി. പിന്നെ ഇവിടുന്ന് അമ്മമ്മക്ക് എന്തോ പുഷ്പാഞ്ജലി എല്ലാം കഴിക്കണം എന്നാണ്. അന്ന് പുഷ്പാഞ്ജലി എല്ലാം കഴിച്ച് പിന്നെ നമ്മൾ നേരെ ഉള്ളിൽ പോയി ആടുന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഭസ്മെല്ലാം കിട്ടി. പിന്നെ ഇതാണ് നമ്മളെ പുഴ. നമ്മള് ഇവിടെ താഴെ കുറെ ആള് ബലിയെല്ലാം ചെയ്യുന്നുണ്ടേനു. കുറേ ആളുണ്ട് താഴെ. നമ്മൾ പുഴ കാണാൻ വന്നിട്ടാണ് ഉള്ളത്. അതിന്റെ മുകളിലത്തെ അമ്പലത്തിലാണ് നമ്മൾക്ക് ഉള്ളത്. അതിന്റെ സൈഡിലാണ് ഈ പുഴ കാണുന്നത്.
നല്ല രസമുണ്ട് അങ്ങ് ദൂരെ കാണാൻ. പിന്നെ ഇവിടെ താഴെ കുറേ ആൾക്കാർ ഇങ്ങനെ ബലിയെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പുറത്തുനിന്ന് കുറേ ആളെന്തെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ 2 ഫോട്ടോ ഞാൻ എടുത്തിന്. ഇത് 1, പിന്നെ ഇത് 2, പിന്നെ 2 എടുത്തിന്. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്നെല്ലാം ഇറങ്ങി. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കലാന്ന്. ഇതാണ് നമ്മൾ ഇരിട്ടി ടൗണ്. എല്ലാവർക്കും ഇരിട്ടി ടൗൺ അറിയാൻ വിചാരിക്കുന്നത്. ഇരിട്ടി ടൗൺ അത്യാവശ്യം ഫേമസ് ആണ്. നമ്മൾ പിന്നെ ഇനി നമ്മള് ബസ്സിലാ പോവുക. അപ്പൊ നമ്മളിങ്ങനെ അമ്പലത്തിൽ നിന്നെല്ലാം ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ചിന്. വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ ഓട്ടോറിക്ഷ പിടിച്ച് വീഡിയോ എത്തിയിട്ട് നമ്മള് ഇങ്ങനെ നമ്മള് ഇപ്പൊ ഇരിട്ടിയിലാണ് നമ്മൾ ഉള്ളത്. ഇരിട്ടി ടൗൺ. ഇതാണ് നമ്മളെ ഇരിട്ടി ടൗൺ. പച്ചക്കറി ഫ്രൂട്ട്സ് വരിക. നമ്മള് ഇത് പള്ളി, ഇരിട്ടി മുസ്ലിം പള്ളിയാണ്. നമ്മളിപ്പോ ഇരിട്ടിയിലാണുള്ളത്. ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ വന്നേ. ഇനി നമുക്ക് വീടിന്ന് അടുത്ത ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വേണം വീട്ടിലെത്തുന്നത്. നമ്മളിപ്പോൾ നടന്നിട്ട് വന്നാൽ മഴയിലുണ്ടാവേണ്ട ഇതാ കുടയും ഉണ്ട്. അമ്മമ്മ കൊടവരുണ്ടായിരുന്ന ഇതാ നമ്മളെ ഇരിട്ടി ടൗൺ മെയിൻ. വെളിച്ചം കിട്ടും കൂടെ കൊണ്ടിരിച്ചാൽ. ഓഹോ 9:45 അല്ല 40. ഇപ്പൊ ഇരിട്ടി ടൗണിലല്ല, മഴയായതുകൊണ്ട് കുടയുണ്ട്. കോട്ടയം നമ്മളെ ഞാനൊരു മുട്ടായി മേടിച്ചു. ഞാൻ വിമലനോട് പറഞ്ഞിട്ട് മേടിച്ചു. ക്രിസ്പല്ല ഇതായിരിക്കല്ലേ ഇഷ്ടം. മുട്ടായി നോക്ക്, കുറെ ഡയറി നമ്മള് റംബൂട്ടാൻ വാങ്ങാൻ കയറിയിട്ടാളെ. കൊറേ റംബൂട്ടാൻ. നമ്മള് കുറച്ച് റംബൂട്ടാനെ വാങ്ങിയിട്ടു. അവര് മെസ്സേജ് നമ്മളിപ്പോ ബസ് കയറിയിട്ടാളെ. ബസ്സിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ നമ്മൾ ഓട്ടോ എടുത്തിട്ടില്ല. അമ്മ ബാക്കിലുണ്ട്. ഓട്ടോ കയറിയില്ല, ബസ്സിലാണ് പോകുന്നത്. ബസ് വീട്ടിലെത്തി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കലാന്ന്. അപ്പോൾ നമ്മൾ വീടെത്തിയിട്ട് കുറച്ച് സമയമായി. പക്ഷേ വീടെടുക്കാൻ മറന്നുപോയി. ഇടിപ്പോൾ പൊരിഞ്ഞ മഴയാണ്, നല്ല മഴയാണ്. നമ്മളപ്പോൾ തേജ് വന്നിട്ടില്ല. ഓന് ചെറിയ പനി ഉള്ളതുകൊണ്ട് ഓന് വന്നിട്ടില്ല. നമ്മൾ രാത്രി വന്നത്. പിന്നെ മഴയുണ്ടെന്ന് കുട്ടികൾ നല്ലോണം പനി പോകും. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്രയുള്ള വീണ്ടും കാണാം. ബൈ.